നമസ്കാരം. ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. അതിശക്തമായ കാറ്റിൽ ബെൽഫാസ്റ്റ് സിറ്റി വിമാനത്താവളത്തിൽ എയർ ലിങ്കസ് വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തി. ഇതേ തുടർന്ന് ഒരു ദിവസത്തേക്ക് വിമാനത്താവളം അടച്ചിട്ടു. കാറ്റിൽ ആടിയുലഞ്ഞ വിമാനമാണ് ഇത്തരത്തിൽ ക്രാഷ് ലാൻഡിംഗ് ചെയ്തത്. ഞായറാഴ്ച മറ്റു വിമാനങ്ങൾക്ക് ഒന്നും തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നൽകിയില്ല. അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ടതും ഇവിടേക്ക് വരേണ്ടതുമായ വിമാനങ്ങളെല്ലാം തന്നെ ഇന്നലെ രാത്രിയോടെ റദ്ദാക്കി. വിസ സംവിധാനത്തിലേക്ക് മാറാനുള്ള സമയപരിധി ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ ഏകദേശം 1 ദശലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് സർക്കാർ. ഫിസിക്കൽ റെസിഡൻസ് പെർമിറ്റ്, ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ കൈവശമുള്ളവർ 4 ദശലക്ഷം ആളുകളാണ്. ഇവർക്ക് ഡിസംബർ 30-നകം വിസകളിലേക്ക് മാറേണ്ടതുണ്ട്. എന്നാൽ ഏകദേശം 3.1 ദശലക്ഷം പേർ മാത്രമാണ് അങ്ങനെ ചെയ്തത് എന്ന് ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പർ വ്യക്തമാക്കി. യുകെയിലെ ബാർബർ ഷോപ്പുകളുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രവൃത്തികളിൽ അവയ്ക്ക് ബന്ധമുണ്ടോ എന്ന് സംശയിച്ച് പോലീസ്. 1 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഡാർലിംഗ്ടണിൽ പ്രവർത്തിക്കുന്നത് 125 ബാർബർ ഷോപ്പുകൾ. മിക്കതും സ്റ്റൈൽ ആൻഡ് തുർക്കിഷ് സലൂണുകൾ എന്ന് അധികൃതരുടെ കണക്കെടുപ്പിൽ വ്യക്തമായി. ഇതോടെ യുകെയിലെ ആകെ ബാർബർ ഷോപ്പുകളുടെ എണ്ണം 50,000 കടന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ശരാശരി നോക്കിയാൽ 1352 പേർക്ക് ഒരു ബാർബർ ഷോപ്പ് എന്ന നിലയിലാണ് ഇതുള്ളത്. ബ്രസീലിൽ ചെറുവിമാനം വീടിന് മുകളിലേക്ക് തകർന്നു വീണ് യാത്രക്കാരായ ഒരു കുടുംബത്തിലെ 5 പേരടക്കം 10 പേർ മരിച്ചു. തെക്കൻ ബ്രസീലിയൻ വിനോദസഞ്ചാര നഗരമായ ഗ്രമാഡോയിലാണ് അപകടമുണ്ടായത്. വിമാനം വീണ സ്ഥലത്തുണ്ടായിരുന്ന 17 പേർക്ക് പരിക്കേറ്റു. പൊള്ളലേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരം. കുടുംബത്തോടൊപ്പം സാവോ പോളോ സ്റ്റേറ്റിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ബ്രസീലിയൻ ബിസിനസ്സുകാരനായ ലൂയിസ് ക്ലോഡിഗോ ഗലീസിയാണ് വിമാനം പറത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തുർക്കിയിൽ ഹെലികോപ്റ്റർ ആശുപത്രി കെട്ടിടത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. 2 പൈലറ്റും ഡോക്ടറും ആശുപത്രി ജീവനക്കാരനുമാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ആശുപത്രിക്ക് മുകളിൽ നിന്ന് പറന്നുയരാൻ ശ്രമിച്ച ആംബുലൻസ് ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മൂടൽമഞ്ഞ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. കോടീശ്വരനും ആമസോൺ സ്ഥാപകനുമായ ജെഫ് ബെസോസ് വിവാഹിതനാവുന്നു. ലോറൻസ് സാഞ്ചസ് ആണ് വധു. ഡിസംബർ 28-ന് അമേരിക്കയിലെ കൊളറാഡോയിൽ നടക്കുന്ന ചടങ്ങിൽ ഇരുവരും വിവാഹിതരാവുമെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. 2023 മെയ് മാസത്തിലാണ് ജെഫ് ബെസോസിന്റെയും ലോറൻസ് സാഞ്ചസിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ആഡംബര വിവാഹത്തിനായി $600 ദശലക്ഷം ഏകദേശം 5096 കോടി രൂപയാണ് ചെലവാക്കുന്നത്. ഭോപ്പാലിൽ കുടിലിന് തീപിടിച്ച വയോധികനും 2 പേരക്കുട്ടികളും വെന്തുമരിച്ചു. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലാണ് സംഭവം. ശനിയാഴ്ച രാത്രി 11:30-ന് ബൈരാത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലക്ഷ്മിപുര ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. തണുപ്പ് കൂടിയതിനെ തുടർന്ന് ചൂട് നേടാനായി കത്തിച്ച സ്റ്റൗവിൽ നിന്നുമാവാം വീട്ടിലേക്ക് തീ പടർന്നതെന്നാണ് പോലീസ് പറയുന്നത്. വിവരമറിഞ്ഞ ഉടനെ പോലീസും ഫയർഫോഴ്സും എത്തിയെങ്കിലും ആരെയും രക്ഷിക്കാനായില്ല. റെയിൽവേ ലോകത്തോട് ചേരാനൊരുങ്ങി കാശ്മീർ താഴ്വര. ഉത്തംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതോടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇനി തീവണ്ടി തടസ്സമില്ലാതെ ഓടും. കാശ്മീരിന്റെ ഭൗമശാസ്ത്ര വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഉത്തംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി റെയിൽവേ എഞ്ചിനീയറിംഗ് വിസ്മയം ഒരുക്കിയത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇടയ്ക്കിടെ അടയ്ക്കുന്ന ജമ്മു ശ്രീനഗർ ദേശീയപാതയ്ക്ക് ബദൽ പാത കൂടിയാണിത്. വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുന്നതോടെ ഡൽഹി ശ്രീനഗർ 800 കിലോമീറ്റർ ദൂരം 13 മണിക്കൂർ കൊണ്ട് എത്താം. ISLൽ മുഹമ്മദൻ SCയെ 3 ഗോളിന് തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഹാപ്പി ക്രിസ്മസ്. ISLൽ ബ്ലാസ്റ്റേഴ്സിന്റെ 4ാം ജയമാണിത്. നോഹ സദുയ്, അലക്സാണ്ടർ കോയഫ് എന്നിവർ ഓരോ ഗോൾ നേടിയപ്പോൾ ഒരെണ്ണം മുഹമ്മദൻസിന്റെ ഗോൾ കീപ്പർ ഭാസ്കർ റോയുടെ പിഴവ് ഗോളായിരുന്നു. ഇതോടെ 13 കളിയിൽ 14 പോയിന്റുമായി 10ാമതാണ് ബ്ലാസ്റ്റേഴ്സ്. ടോപ് 10 അവസാനിക്കുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.